ഇപ്പം ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പേരിൻ്റെ കൂടെ ആണുങ്ങളുടെ പേര് ചേർക്കും. ഉദാഹരണത്തിന് സൗമ്യ രമേശ് പിഷാരടി, ഗായത്രി അജയ്, അല്ലേ, ആര്യ ബി ഉണ്ടല്ലോ. പക്ഷെ ആണുങ്ങളുടെ പേരിൻ്റെ കൂടെ അങ്ങനെ ചേർക്കില്ല. അതെന്താ കാര്യം? പെണ്ണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, പെണ്ണുങ്ങളുടെ പേരിൻ്റെ കൂടെ ഒരു വാലായിട്ട് ആണുങ്ങൾക്ക് പേര് വെച്ചേക്കുക, അതവർ ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ ആണുങ്ങളുടെ പേരിൻ്റെ കൂടെ പെണ്ണുങ്ങളുടെ പേര് ചേർക്കില്ല. കാര്യം അവർക്കത് ഓർക്കണ്ട എന്നുള്ളതുകൊണ്ട്. ചില ആൾക്കാർ ഉപദേശിക്കാൻ വേണ്ടി വരും. ഇപ്പോൾ പെമ്പിളെടുത്ത് കാണുമ്പോൾ നമ്മളൊക്കെ നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിൽക്കണം മക്കളെ എന്ന് പറയും. ആണുങ്ങളെ കാണുമ്പോൾ പറയണം, നീയൊക്കെ നല്ലോണം പഠിച്ച് കുടുംബവും കുട്ടികളൊക്കെ നോക്കണം. ഇതെന്താ ഇങ്ങനെ? പണ്ടൊക്കെ ദുബായ്ക്കാർക്കൊക്കെ നല്ലോണം പെണ്ണ് കിട്ടും. ഇപ്പൊ മാറി ബായിമാർക്ക് മാത്രമേ നാട്ടിൽ പെണ്ണ് കിട്ടും. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ന്യൂസ് ഉണ്ട്. അതായത് കല്യാണം കഴിച്ച 56% പേരും അവിഹിതമുള്ളവരാണ്. അത് ആണുങ്ങളൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും അതിലാണ്. പക്ഷെ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ചുമ്മാതാണ്. കാരണം 8 ലൈക്കും 7 കമന്റും മാത്രമേ ഉള്ളൂ. ഷെയർ എടുത്ത് നോക്കിയപ്പോഴേ 1,64,000 ഷെയറാണ്. ഞാൻ വിചാരിച്ചു ഇതെന്താണ് അങ്ങനെ വരാൻ? കാരണം ഈ ലൈക്ക് ഇട്ടാലും കമന്റ് ഇട്ടാലും ആൾക്കാർ കാണും, ഷെയർ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ കാണില്ല. അതാണ് അവരുടെ ധൈര്യം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണക്കഥ കൂടി പറയാം. അവന് ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയും, എന്താണ് അങ്ങനെ വരാൻ വഴിയില്ല? ഞങ്ങളെല്ലാവരും ചോദിച്ചിട്ട് അവൻ സമ്മതിക്കുന്നില്ല. കാരണം അവനൊരു പൂർവ്വകാലമുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. പണ്ട് സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചക്കഞ്ഞി പരിപാടി ഉണ്ടല്ലോ ഏട്ടാ, എല്ലാവരും ഇരുന്ന് ഉച്ചക്കഞ്ഞി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പെമ്പിള്ളേരും എഴുന്നേറ്റ് പോയാലും ഇവൻ അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കും. ഇവൻ്റെ കഞ്ഞിയിൽ വെള്ളം തീരില്ല. എന്താ കാര്യം? അമ്മാതിരി ഒലിപ്പിക്കലാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവനും ഇവൻ്റെ കൂടെയുള്ള ഒരുത്തനും കൂടെ ഒരു പെണ്ണിനെ പ്രേമിക്കുക. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാ ശരിയാ, വിട്ടുകളാന്ന്. അവൻ പറഞ്ഞു, എനിക്ക് അവളില്ല, പറ്റില്ലെന്ന്. പെണ്ണ് പറഞ്ഞ്, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് എന്നെ ഇമ്പ്രസ് ചെയ്യുന്നത്, അവരോട് ഞാൻ എസ് പറയാൻ. മറ്റപ്പോൾ ഞാൻ അപ്പം തന്നെ കയ്യിൽ കോമ്പസ് ഇട്ടിട്ട് ഐ ലവ് യു ശ്രുതി രാമചന്ദ്രൻ എഴുതി. എസ് ആർന്ന് മാത്രം എഴുതി തീർത്ത്. അവളത് കണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഇവൻ അവളുടെ കയ്യെ പിടിച്ചിട്ട് വാന്നും പറഞ്ഞ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. അവൻ പറഞ്ഞു, ഇതിൻ്റെ മേളിലൊന്ന് വെക്കാൻ പറ അവനോടൊന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എല്ലാവരും വാവെത്തിയിരിക്കുക. ഐ ലവ് യു ശ്രുതി രാമചന്ദ്രൻ മൂത്രമൊഴിച്ച് എഴുതി വെച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് അവർ വാവൊത്തിയിട്ടല്ല നിൽക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് അപ്പോഴും സംശയം വേറൊന്നായിരുന്നു. ഈ ഐ ലവ് യു ശ്രുതി രാമചന്ദ്രൻ എഴുതാൻ മാത്രം വാട്ടർ ടാങ്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇങ്ങനെയുള്ള ഒരുത്തരാണ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. ഞങ്ങളത് നിർബന്ധിച്ചാണ്, എങ്ങനെയെങ്കിലും പറ, എന്താ സംഭവം എന്ന് പറ, വേറെ വല്ല സുഖം എന്താ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഒരു കുറച്ച് 2 മണി 3 മണി ആയിക്കാണ്. ഞാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി വീട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട്സും ആങ്ങളമാരൊക്കെ കൂടി എന്നെ പൊതിഞ്ഞു. ഞാൻ ഓടി, പിന്നെ എന്ത് ചെയ്യാനാ, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏട്ടാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു വളവാ, അവിടെ പോലീസ് പെട്രോളിങ്ങാണ്. ഞാൻ ഓടി അവരുടെ മുമ്പിൽ പെട്ടു. ഇവന്മാർ ഓടിക്കുമ്പോൾ പോലീസ് വിളിച്ച് ഞാൻ കക്കാൻ കയറിയതാണ്. പോലീസുകാരനെ പിടിച്ച് എന്താ കാര്യം എന്ന് വെച്ചു. ചേട്ടാ ഞാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയാ സാറേ എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അവന്മാരൊക്കെ ഓടിയിട്ടാ. പോലീസ് പിടിച്ച് എസ് ഐ എന്നോട് ചോദിച്ചു, ഓഹോ മൂത്രമൊഴിക്കാൻ ഈ നേരത്തെന്ന് പറഞ്ഞ് സമാധാനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മെയിൻ പോലീസ് ഉണ്ടല്ലോ ഡ്രൈവർ, പുള്ളി എന്താണ് പ്രശ്നം, മൂത്രമൊഴിച്ച് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മൂത്രമൊഴിച്ചു ചേട്ടാ. ഒരു മൂത്രമൊഴിച്ച് തുടങ്ങി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്തു. കണ്ണു തുറന്നപ്പോൾ ഞാൻ ബെഡിലാണ്. ബെഡേ മുഴുവൻ. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്, ആമസോൺ കാട്, എയർപോർട്ട് പോയിട്ട് ഫ്ലൈറ്റിൽ വരെ രാത്രി 2 മണിക്ക് ഞാൻ മുള്ളുവടാന്നും പറഞ്ഞ ഒറ്റ കരച്ചിൽ. പോരെ, ശരി, താങ്ക്സ്.